الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മലക്കുകൾ ശപിച്ചിരിക്കുന്നു, പ്രപഞ്ചത്തിലുള്ള അഖിലവും ശപിച്ചിരിക്കുന്നു എന്നിത്യാദി പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ മേലാണോ അള്ളാഹുവിന്റെ ശാപമുള്ളത്, പ്രവാചകൻ ശപിച്ചു പ്രാർത്ഥിച്ചത്, മലക്കുകൾ അവർക്ക് അള്ളാഹുവിന്റെ ശാപമിറങ്ങാൻ, കോപമിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും സ്തുതിക്കുകയും സ്മരിക്കുകയും അവരെക്കുറിച്ച് വാഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്നത് നാം തിരിച്ചറിയണം. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ് വമൻ യൽഅനില്ലാഹു ഫലൻ തജിദ ലഹു നസീറാ. അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഏതൊരുവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നുവോ അവനെ സഹായിയായിട്ടൊരാളെയും കണ്ടെത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവന്റെ മലക്കുകളിലൂടെയും ശാപം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അവയെക്കുറിച്ച് വിശദമായി പഠിച്ച് മനസ്സിലാക്കുക എന്നത് നമ്മളെല്ലാവരും നിർവഹിക്കേണ്ട വലിയൊരു ദൗത്യമാണ്. ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമാകുന്ന ആളുകളുണ്ട്. ഒരു വേള നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് നമുക്ക് പ്രയാസം നേരിടാനുള്ള കാരണം, നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ഖബർ, അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര ദുഷ്കരമാകാനുള്ള കാരണം അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമായവരായതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിന്റെ ശാപം, ലഅനത്തുല്ലാഹ്, എന്താണ് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടായാലുള്ള കാര്യം? അള്ളാഹുവിന്റെ എല്ലാ റഹ്മത്തിൽ നിന്നും, പടച്ചറബിന്റെ എല്ലാ നിഅമത്തിൽ നിന്നും അയാൾ അകറ്റപ്പെടുമെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ നിഅമത്ത്, റഹ്മത്ത് അത് ദീനാണ്. ദീനിൽ നിന്ന് അകറ്റപ്പെടുന്ന, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന,
ഏറ്റവും വലിയ സൗഭാഗ്യം സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന ആ ഒരു ലഅനത്ത് പിശാച് അവൻ അത് നേടിയെടുത്തിട്ടുണ്ട്. പിശാച് അല്ലാഹുവിന്റെ എല്ലാ റഹ്മത്തിൽ നിന്നും, ദീനിൽ നിന്നും, സന്മാർഗത്തിൽ നിന്നും, എല്ലാ ഖൈറുദ്ദുനിയ വൽ ആഖിറയിൽ നിന്നും, സ്വർഗത്തിൽ നിന്നും അകറ്റപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് അവൻ അല്ലാഹുവിന്റെ ലഅനത്ത് നേടിയവനാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ലഅനത്ത് നേടുന്നതോടെ ഒരാളുടെ ഇഹപര ജീവിതത്തിലെ എല്ലാ ഖൈറാത്തുകളും തടയപ്പെടുകയാണ്. ആരാണവർ? ഒന്നാമത്തെ വിഭാഗം ഈമാനിൽ കുഫർ സംഭവിച്ചവരാണ്. ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅഅദ്ദ ലഹും സഈറ. അല്ലാഹു കുഫർ വെക്കുന്നവരെ ശപിച്ചിരിക്കുന്നു, അവർക്ക് അല്ലാഹു കഠിനമായ നരകം ഒരുക്കി വച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ തൊഴിലിനെ കുറിച്ച് പഠിച്ചതുപോലെ, നമ്മുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയതുപോലെ, വീട് നിർമ്മിക്കുമ്പോഴും വീടിനെ പരിപാലിക്കുമ്പോഴും ഇപ്പോഴും നമ്മൾ അന്വേഷിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ബിസിനസ്സിൽ അപ്ഗ്രഡേഷൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, യാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻവെസ്റ്റ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ബൃഹത്തായ ഗ്രന്ഥങ്ങളെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈമാൻ അത് ശിർക്ക് കലരാത്തതാണോ കുഫ്ർ കലരാത്തതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈമാനിൽ കുഫ്ർ കലർന്നാൽ ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസ് അജ്മഈൻ. കുഫ്റിലായിക്കൊണ്ടൊരാൾ മരണപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒന്നടങ്കം ശാപം അയാളുടെ മേലുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 161-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കുഫ്ർ വരാൻ പാടില്ല. പിശാചും അവന്റെ കൂട്ടാളികളും പല വഴികൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കും. മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ ഇല്ലേ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിൽ, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ സംശയിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും തർക്കവിതർക്കങ്ങളും നടക്കുമ്പോൾ നാം ഉറക്കെ പ്രഖ്യാപിക്കണം, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ദൈവമുണ്ടെന്ന് പറയുന്നതാണോ ദൈവമില്ലെന്ന് പറയുന്നതാണോ ആശ്വാസം? ദൈവമില്ല എന്ന സങ്കല്പത്തിനകത്തും പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കുഴപ്പങ്ങളുണ്ട്, മരണങ്ങളുണ്ട്, ദുരന്തങ്ങളുണ്ട്. ദൈവവിശ്വാസികൾക്ക്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതീക്ഷയാണ്. എനിക്കൊരു പരീക്ഷണമുണ്ടെങ്കിൽ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, റഹ്മത്ത് എനിക്ക് ഇറക്കപ്പെടും, എന്റെ ദറജ ഉയർത്തപ്പെടും, മരണപ്പെട്ടുപോയ എന്റെ കുഞ്ഞ് സ്വർഗത്തിലായിരിക്കും, അവൻ മരിച്ചപ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ എനിക്ക് സ്വർഗത്തിലൊരു വീട് ലഭിക്കും. ആർക്കായി ഇവിടെ നഷ്ടമുള്ളത്? എന്നാൽ ഈമാനില്ലാത്തവന്, കുഫർ വെക്കുന്നവന്, ദൈവത്തെ നിരാകരിക്കുന്നവന്, പരലോകമില്ലെന്ന് വിചാരിക്കുന്നവനോട് നമുക്കുള്ള ചോദ്യം, ക്യാൻസർ രോഗിയോട് നാം എന്തു പറയും? വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് നാം എന്തു പറയും? അതുകൊണ്ട് ഈമാനിന് വിരുദ്ധമായ കുഫർ മനുഷ്യന് ഇഹപരത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ സുഹൃത്തുക്കളെ ശിർക്കാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. നമുക്കവകാശപ്പെട്ടത്, നമുക്ക് മാത്രം അവകാശപ്പെട്ടത്, അത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കാൻ നാം ഇഷ്ടപ്പെടില്ലെങ്കിൽ, നമ്മൾ അത് സമ്മതിക്കില്ലെങ്കിൽ, അതിന്റെ പേരിൽ കലഹങ്ങളും വക്കാണങ്ങളും കൊലപാതകങ്ങൾ വരെ ഈ മണ്ണിൽ നടക്കുന്നുവെങ്കിൽ അല്ലാഹു മാത്രം അവകാശപ്പെട്ടതാണ് ആരാധന എന്ന് പറയുന്നത്. ലഹു ദഅവത്തുൽ ഹഖ്. ആരാധന മുഴുവനും അല്ലാഹുക്ക് മാത്രമാണ്. അത് മനസ്സിലുള്ള ഒരു വിചാരമാകട്ടെ, നാവ് ചലിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാകട്ടെ, ശരീരം കൊണ്ട് നിർവഹിക്കുന്നതാകട്ടെ, സമ്പത്ത് കൊണ്ടുള്ള നേർച്ച വഴിപാടുകളും ബലിയർപ്പണങ്ങളുമാകട്ടെ, എല്ലാം അല്ലാഹുക്കുള്ളതാണ്. ബലികർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ്. അതിനർത്ഥം ബലിയർപ്പിക്കേണ്ടത് അല്ലാഹുക്ക് മാത്രമാണ് എന്ന്. അതുകൊണ്ട് ശിർക്ക് കലർന്നാൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. രണ്ട് കേസിനെ ചേർത്ത് പറഞ്ഞു. വയുഅദ്ദിബുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത് വൽ മുശ്രികീന വൽ മുശ്രികാത്ത് അദ്ദാനീന ബില്ലാഹി ദന്ന സൗ അലൈഹിം ദായിറത്തുസ് സൗഇ വഗളിബ അല്ലാഹു അലൈഹിം വലഅനഹും വഅദ്ദ ലഹും ജഹന്നം വസാഅത് മസീറ. അല്ലാഹുവിൽ തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്ന കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും ബഹുദൈവ വിശ്വാസികളെയും ബഹുദൈവ വിശ്വാസിനികളെയും ശിക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമൊരുക്കി വെച്ചിട്ടുണ്ട്. അവരുടെ മേൽ അല്ലാഹുവിന്റെ കോപവും ശാപവും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ ശിർക്ക് നമ്മിൽ കലരാൻ പാടില്ല. അതിന്റെ ചാരത്ത് ചേർത്തു പറഞ്ഞ മൂന്നാമത്തെ കേസാണ് കപടവിശ്വാസം. യുഅദ്ദിബുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. മുനാഫിഖീങ്ങളെയും മുനാഫിഖാത്തുകളെയും അല്ലാഹു ശിക്ഷിക്കും.
അവർക്ക് അള്ളാഹുവിന്റെ കോപമുണ്ട്, ശാപമുണ്ട് എന്ന്. സുഹൃത്തുക്കളെ, എന്താണ് നിഫാഖ്? നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇദ്ഹാറുൽ ഖൈരി വ ഇസ്റാറു ശർ. ഇദ്ഹാറുൽ ഖൈരി വ ഇസ്റാറു ശർ, അതാണ് നിഫാഖ്. പുറമേ നന്മ പ്രകടിപ്പിക്കുകയും അകത്ത് തിന്മ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പുറത്ത് മുഅ്മിനാവുക, മുസ്ലിമാവുക, അകത്ത് കുഫ്രിന്റെ ആശയങ്ങളെ മനസ്സിൽ ഒതുക്കി വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ മുൻഗാമികൾ ഏറെ ഭയന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നിഫാഖ് എന്ന് പറയുന്നത്. മയ്യത്ത് നമസ്കാരത്തിന് പുറപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദ്ദേഹം മറ്റവരിൽപ്പെട്ടവനാണ്, ഇദ്ദേഹം കപടവിശ്വാസിയിൽപ്പെട്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല രഹസ്യങ്ങളും ഹുദൈഫത്തുൽ യമാന് അറിയിച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ട് മദീനയിലുള്ള കപടന്മാർ ആരൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഈ മരിച്ച മനുഷ്യൻ കപടവിശ്വാസിയാണെന്നറിഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബിന് അത്ഭുതം. ഇത്രയും നല്ല മനുഷ്യനും കപടവിശ്വാസിയാണെങ്കിൽ, അല്ലയോ ഹുദൈഫ, മദീനയിലും പരിസര പ്രദേശത്തുമുള്ള കപടന്മാരുടെ പേരുവിവരങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നപ്പോൾ, പറഞ്ഞു തന്നപ്പോൾ, ഹൽ സമ്മാനി ഫീക്കും റസൂലുള്ളാഹ്, ആ പേരിന്റെ കൂട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് എന്ന ഒരു പേരുണ്ടോ എന്ന് ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രയും അവർ ഭയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബി മുലൈക എന്ന പേരുള്ള താബിഈ പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹ് കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി. ഞാൻ സഹാബത്തിലെ 30 സഹാബിമാരെ കണ്ടിട്ടുണ്ട്. 30 പേരും അവരുടെ ജീവിതത്തിൽ കാപഢ്യം ഭയപ്പെട്ടവരായിരുന്നു. എന്നാൽ ആ 30 പേരെ കുറിച്ച് അവരുടെ കൂടെ ജീവിച്ചവർ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഇവർ ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഈമാനുള്ളവരാണ്. ജിബ്രീലിന്റെയും മീകായിലിന്റെയും ഈമാനുള്ളവരാണ് ഈ 30 പേർ എന്ന് കൂടെ ജീവിച്ചവർ പറഞ്ഞ ആളുകൾ യഖാഫൂന നിഫാഖ്, കാപഢ്യത്തെ ഭയപ്പെട്ടവരായിരുന്നു. പുറമെ ഇസ്ലാമിന്റെ പേരും നാമവും ഗുണങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഇസ്ലാമിന്റെ ക്വാളിറ്റി കാത്തു സൂക്ഷിക്കാത്ത, ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്ത, രഹസ്യത്തിൽ അധർമ്മങ്ങളും അനാവശ്യങ്ങളും ഒളിപ്പിച്ചുകൊണ്ട് നടക്കുകയും പരസ്യത്തിൽ ഇസ്ലാമിന്റെ ചിഹ്നവും ദീനും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അപ്പോൾ കുഫ്ർ, ശിർക്ക്, നിഫാഖ്. നാലാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അല്ലാഹുവിൽ നിന്നുള്ള സത്യത്തെ മറച്ചുവെക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും വേദഗ്രന്ഥത്തിലൂടെയും അള്ളാഹു വെളിപ്പെടുത്തിയിട്ടുള്ള സത്യസന്ദേശത്തെ മറച്ചുവെക്കുകയും അതിനെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ ആളുകൾക്കിടയിൽ വെച്ചിട്ട് മോശമായ നിലക്ക് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങളുണ്ട്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഈ ബയ്യിനാത്തിനെ, ഈ സന്മാർഗത്തെ, ഈ തെളിവുകളെ, ഈ പ്രമാണങ്ങളെ ആരെങ്കിലും മറച്ചുവെച്ചാൽ, മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം. ഈ ദീന് വളരെ വ്യക്തമാണ്. അത് സംഘടനാ താൽപര്യങ്ങൾക്ക് വേണ്ടിയോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ തങ്ങളുടെ സാമ്പത്തിക സ്വരൂപണത്തിന് വേണ്ടിയോ മറച്ചുവെക്കാനും ദുർവ്യാഖ്യാനിക്കാനും പെർമിഷനില്ല. ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. ദീനിനെ, ഹക്കിനെ, ഹുദയെ, സന്മാർഗത്തെ, അള്ളാഹിൽ നിന്നുള്ള സത്യത്തെ, പ്രമാണത്തെ മറച്ചുവെക്കുന്ന, മൂടിവെക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ട്. അള്ളാഹുവിന്റെ ശാപം മാത്രമല്ല, എല്ലാവരുടെയും ശാപമുണ്ട്. ശപിക്കുന്നവരെല്ലാം അവരെ ശപിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കിതാബിൽ ഒരു ആയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വിവരവും പറഞ്ഞു തരുമായിരുന്നില്ല. ഖുർആനിൽ ഒരു ആയത്തുള്ളത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആ ആയത്ത് ഏതാണ്? നേരത്തെ ഓതി കേൾപ്പിച്ച സൂറത്ത് അൽ ബഖറയിലെ 159-ാമത്തെ ആയത്താണ്. ഈ സത്യസന്ദേശം മറച്ചുവെക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്, ശപിക്കുന്നവരെല്ലാം അവരെ ശപിക്കും എന്ന് പറഞ്ഞ ആ ആയത്താണ് എന്നെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ പ്രേരിപ്പിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രമാണത്തിലുള്ളത് എന്താണോ അത് നബിയും സഹാബത്തും എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് അതുപോലെ ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. അത് അതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഒന്നാമത്തെ ബാധ്യത. അറിവില്ലായ്മ രണ്ടാമത്തെ ബാധ്യത. അറിവില്ലായ്മ മനുഷ്യന് സ്വാഭാവികമാണ്. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഊഹിച്ചു പറയാൻ നമുക്ക് പെർമിഷനില്ല. സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രമാണങ്ങളെ വളച്ചൊടിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം അള്ളാഹുവിന്റെ ദീന് മനുഷ്യകുലം എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുന്നുവോ അത്രയും കാലം നിലനിൽക്കാനുള്ളതാണ്.
2025 പണ്ഡിതന്മാർക്കും അവരുടെ പ്രജകൾക്കും മാത്രം ജീവിച്ചാൽ പോരാ, ലോകാവസാനം വരെ ഈ ദീന് നിലനിൽക്കണം. അതുകൊണ്ട് മാറ്റമില്ലാതെ ആ ഹക്കെന്താണോ അതുപോലെ പറഞ്ഞില്ലെങ്കിൽ പടച്ചറബിന്റെ ശാപകോപങ്ങൾ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ വിഷയത്തിൽ, വളരെ വ്യക്തമായ വിഷയത്തിൽ പോലും പണ്ഡിതന്മാർ മറച്ചുവെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബിയുടെ പള്ളിയിൽ ആദ്യം പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, അതിന്റെ ബാക്കിൽ സ്ത്രീകൾ. എന്നാൽ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നത് എന്താണ്? പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുവന്നത് വഹാബികളാണ് എന്നാണ് പറയുന്നത്. എങ്കിൽ ആ വഹാബിയുടെ പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ആ വഹാബിയുടെ പേര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇബ്നു അബി താലിബ് എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകളില്ലായിരുന്നു എന്ന് പറയട്ടെ, അവർ ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് പറയട്ടെ, അവര് ഇഅ്തികാഫിന് വന്നിട്ടില്ലെന്ന് പറയട്ടെ, ഒരുത്തരും തെളിയിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ഈ ആളുകളൊക്കെ ഹറമിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് വളരെ സ്വസ്ഥമായിട്ട് ഇവിടെ ഈ നിസ്കാരവും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇത്തരം ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നിങ്ങൾ വിട്ടുകഴിഞ്ഞാൽ വേറെ ദീനാണ്. ദീൻ അത് അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും എന്താണോ പഠിപ്പിച്ചത് അതാണ് ദീന്. അതല്ലാത്തത് ദീനല്ല. അന്നെന്താണോ ദീന് അത് മാത്രമാണ് ഇന്ന് ദീന്. അന്നെന്തല്ല ദീന് അത് ഇന്നും ദീനല്ല എന്ന് ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞ ആ വാചകം നമ്മൾ നെഞ്ചിൽ എഴുതി വെക്കണം. അതുകൊണ്ട് പ്രമാണത്തിലുണ്ടോ അത് വ്യക്തമായിട്ട് വെട്ടിത്തുറന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ലെങ്കിൽ അത് പൂഴ്ത്തിവെക്കുന്ന ആളുകൾക്ക് അള്ളാന്റെ ശാപകോപങ്ങളുണ്ട്. അഞ്ചാമത്തെ കാര്യം സ്വഹാബത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത മുത്തുമണികളാണ് സ്വഹാബത്ത്. റളിയല്ലാഹു അൻഹും വറദു അൻ. അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസ് അജ്മഈൻ. ആരെങ്കിലും എന്റെ സഹാബത്തിനെ ചീത്ത വിളിച്ചാൽ അവരുടെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ മനുഷ്യന്മാരുടെയും ശാപമുണ്ടായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ നാം സ്നേഹിക്കണം. ഹുബ്ബുൽ അൻസാർ, അൻസാരികളെ സ്നേഹിക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. സഹാബത്തിനെ സ്നേഹിക്കുക എന്നത് ഈമാന്റെ ഭാഗമാണ്. അവരെ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നമ്മുടെ റോൾ മോഡൽസ് സഹാബത്താണ്. ദീനിനു വേണ്ടി ജീവൻ ത്യജിച്ച, സമ്പത്ത് ത്യജിച്ച, സ്വദേശവും കുടുംബവും അവയവങ്ങളും എല്ലാം ത്യജിച്ച് ദീനിനെ സംരക്ഷിച്ചവരാണ് യഥാർത്ഥത്തിൽ സ്വഹാബത്ത്. അവരോട് നമുക്ക് പിരിശമുണ്ടാവുക എന്നല്ലാതെ അവരോട് ദേഷ്യവും വെറുപ്പും അവരെ തെറിവിളിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. മലയാള പുസ്തകങ്ങളിൽ ഷിയാക്കളുടെ ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. ഷിയാക്കളുടെ ഒരു മഹദി അയാൾ വരാനുണ്ട്. അയാൾ വന്നാൽ ആദ്യം ചെയ്യുന്നത് മദീനയിൽ വന്ന് അബൂബക്കറിന്റെ കബറിങ്കൽ വന്ന് അബൂബക്കറിന് ജീവൻ കൊടുത്ത് അബൂബക്കറിനെ കൊന്നുകളയും. ഉമറിന് ജീവൻ കൊടുത്ത് ഉമറിനെ കൊന്നുകളയും. കാരണം അവരുടെ വൃത്തത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖും ഉമർ ബിൻ ഖത്താബും ഉസ്മാൻ ബിൻ അഫ്ഫാനും ഒക്കെ കാഫിറുകളാണ്. അതിന്റെ ആശയങ്ങൾ പച്ച മലയാളത്തിൽ ആ ഷിയ ആശയങ്ങൾ, അബൂ ഹുറൈറയെ കുറിച്ചുള്ള ആരോപണം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയുടെ ഹദീസുകൾ കെട്ടിയുണ്ടാക്കുകയും അതിന് അദ്ദേഹത്തിന് കമ്മീഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പച്ച മലയാളത്തിലും എഴുതി നമ്മുടെ വിപണിയിൽ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ അബൂ ഹുറൈറ? ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് ബോധം കെട്ട് വീണ് പ്രവാചകന്റെ ഓരോ വാചകങ്ങളും ഒപ്പിയെടുത്ത് ആത്മാർത്ഥമായി പഠിച്ച സ്വർഗത്തിലേക്ക് മുൻകടന്നുപോയൊരു സഹാബിയെ ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത്തരം ആളുകളുടെ മേൽ ലഅനത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആറാമത്തെ കാര്യം സഹോദരന്മാരെ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുക എന്നുള്ളതാണ്. എങ്ങനെ അള്ളാഹുവിനെ ദ്രോഹിക്കാം? അള്ളാഹ്ക്ക് യോജിക്കാത്തത് അള്ളാഹുവിന്റെ പേരിൽ പറയാം, അത് ദ്രോഹമാണ്. അള്ളാഹ്ക്ക് പങ്കുകാരുണ്ട്, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയൽ അള്ളാഹ്ക്കുള്ള ദ്രോഹമാണ്. പ്രകൃതിയെ കുറ്റം പറയൽ അള്ളാഹുവിനോടുള്ള ദ്രോഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും പരിഹസിക്കലും തള്ളിപ്പറയലും മോശമാക്കലും അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഉപദ്രവമാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കുകയും ഇത്തരത്തിൽ ഉപദ്രവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹു ദുനിയാവിലും പരലോകത്തും അവരെ നിന്ദിക്കും, അവരെ ശപിക്കും. ആരാണവർ? ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഉപദ്രവിച്ചവരാണവർ എന്നാണ് പറയുന്നത്.
അതുകൊണ്ട് ആ ഉപദ്രവം എന്ന് പറയുന്നത് പ്രവാചകനും അള്ളാഹുവിനും യോജിക്കാത്ത കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കൽ യഥാർത്ഥത്തിൽ വലിയ ഒരു കുറ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം സുഹൃത്തുക്കളെ, മൻ അശാറ ഇല അഖീഹി ബിഹദീദത്തിൻ ഫഇന്നൽ മലായികത തൽഅനുഹു. ഒരാൾ മറ്റൊരാളുടെ നേരെ ആയുധം ഓങ്ങുക, തമാശക്കാണെങ്കിലും കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ആയുധമോങ്ങുക എന്നത് ശാപമർഹിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും മറ്റൊരുത്തിന് നേരെ ആയുധമോങ്ങിയാൽ അവനത് ഉപേക്ഷിക്കും വരെ മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കും എന്നാണ്. അവൻ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും എന്നാണ് പറയുന്നത്. ഉമ്മയും ഉപ്പയും ഒത്ത സ്വന്തം സഹോദരനാണ് മറ്റൊരാൾക്ക് നേരെ ആയുധം ചൂണ്ടുന്നത് എങ്കിൽ പോലും അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങളുണ്ടെന്ന്. ഇസ്ലാം ഒരു മനുഷ്യന്റെ ശരീരത്തിന്, അയാളുടെ സമ്പത്തിന്, അയാളുടെ രക്തത്തിന്, അഭിമാനത്തിന് ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന മതമാണ്. അതുകൊണ്ട് മറ്റൊരാളെ ദേഹത്ത് കൈവക്കാൻ, അയാളെ തെറി വിളിക്കാൻ, അയാളെ മർദ്ദിക്കാൻ, നമ്മുടെ വികാരത്തിന്റെ അതിപ്രസരത്തിൽ നിന്നുകൊണ്ട് ഒരാളെ പബ്ലിക്കിലിട്ട് തല്ലി ഒടിക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിന് പെർമിഷനില്ല. ഒരാളെയും ഉപദ്രവിക്കരുത്. യസ്സിറു വലാ തുഅസ്സിറു. നിങ്ങൾ എളുപ്പമുണ്ടാക്കണം, പ്രയാസമുണ്ടാക്കരുത്. അതുകൊണ്ട് ആയുധം ഓങ്ങുക എന്നത് വലിയൊരു കാര്യമാണ്. എട്ടാമത്തത് മദീന വാസികൾ മദീനയിൽ ബിദ്അത്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ വലിയ ഉംറ ഗ്രൂപ്പൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? മദീന പള്ളിയുടെ ഒരു ഓരത്ത് നിന്നിട്ട് നബിയുടെ ഖബറിലേക്ക് നേരെ ഷൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. ഈ കൊച്ചു മലയാളത്തിൽ, മലയാളക്കരയിൽ നമ്മൾ കാണുന്ന ഒരുപാട് പ്രവാചക സ്നേഹം തുളുമ്പുന്ന പാട്ടുകളുണ്ട്. ആ വരികളൊക്കെ എത്ര അപകടമാണെന്നറിയും. നബിയുടെ കാൽക്കൽ വീണ് തൗബ ചെയ്യട്ടെ, തൗബ സ്വീകരിക്കുമോ എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. അള്ളയല്ലാതെ ആരാടോ നിന്റെ പാപം പൊറുക്കാനുള്ളത്? യുരീദുല്ലാഹു യതൂബ അലൈക്കും. അള്ളാഹു നിങ്ങൾക്ക് തൗബ സ്വീകരിക്കാൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. ഫതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്കാണ് തൗബ ചെയ്യേണ്ടത്. എത്ര ആയത്തുകളാണുള്ളത്? ഡസൻ കണക്കിന് ആയത്തുകൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനുണ്ടായിരിക്കെ അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവിടെ പോയിട്ട് ബിദ്അത്ത് ചെയ്യുന്ന, എന്നിട്ട് മക്കയിലും മദീനയിലും വരെ നബിദിനാഘോഷമുണ്ട് അല്ലെ, ഇവിടെ വരെ മൗലീദ് പാരായണമുണ്ട്. മലപ്പുറത്തുനിന്ന് ഒരു ബസ് പോയിട്ട് മദീന പള്ളിന്റെ ഒരു മൂലക്കെ പോയിരുന്നിട്ട് ഒരു റീൽസ് എടുക്കാനുള്ള സമയം അവിടെ മൗലൂദ് ഓതിയിട്ട് ദാ മദീന പള്ളിയിലും മൗലൂദ്. ഈ കേരളക്കരയിൽ എങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കാണ് മൗലൂദൊന്നും പറ്റാത്തത്. ഹറമിൽ വരെ മൗലൂദ്. അങ്ങനെ എല്ലാം പറ്റുമല്ലോ. അവിടെ മദ്യപാനം, മറ്റു കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ പോയിട്ട് ചെയ്തിട്ട് ദാ ഹറമിലും മദ്യപാനം. ഇനി ലോകത്തെല്ലായിടത്തും മദ്യപാനം ഹലാലാണ്. സുഹൃത്തുക്കളെ, ആര് പെർമിഷൻ കൊടുത്തു അതിന്? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമൻ അഹ്ദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹ്ദസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും മദീനയിൽ പോയിട്ട് ബിദ്അത്ത് ചെയ്യുകയോ ബിദ്അികൾക്ക് റൂമൊരുക്കുക, ബിദ്അികൾക്ക് താമസമൊരുക്കുകയോ ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ ജനങ്ങളുടെയും ശാപകോപങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അന്ത്യനാളിൽ അവനിൽ നിന്ന് ഫർദോ സുന്നത്തോ ആയ ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. പരിശുദ്ധ മദീന അത് തൗഹീദിന്റെ കേന്ദ്രമാണ്, സുന്നത്തിന്റെ കേന്ദ്രമാണ്. അവിടെ ബിദ്അത്തിനുള്ളതല്ല. സത്യം പറഞ്ഞാൽ മദീന പള്ളിക്ക് ഉള്ളതിനേക്കാൾ മഹത്വമുണ്ട് മസ്ജിദുൽ ഹറമിന്. പക്ഷേ ഇവിടുന്ന് പോകുന്ന അധികം ആളുകളും റൗള ശരീഫ് ഒന്ന് കാണണം, അവിടെ പോയിട്ട് അള്ളാന്റെ റസൂലിനോടൊന്ന് പറയണം അല്ലെ, അതിനായിട്ട് ഇവിടുന്ന് കാശ് മുടക്കി പോകുന്ന ആൾക്കാരുണ്ട്. ഹറം, മസ്ജിദുൽ ഹറം അവർക്ക് വലിയ സംഭവമൊന്നുമല്ല. പിന്നെന്താണ്? റൗളയിൽ പോകണം. മദീന പള്ളിയും ചിലപ്പോൾ വലിയ സംഭവിക്കണമെന്നില്ല. മസ്ജിദുൻ നബവിയിലെ നിസ്കാരമോ അവിടുത്തെ ഇബാദത്ത് അതൊന്നും അവർക്ക് വിഷയമല്ല. റൗള എവിടെയാണ്? അതാ കാണുന്നത്, വേറൊന്നും കാണേണ്ടവർ അല്ലെ. കേരളത്തിൽ അകത്തും പുറത്തുള്ള എല്ലാ കബറിങ്ങൾക്കൂടി പോയിട്ട് ഇനി അവസാനം നബിന്റെ കബറിങ്ങൊന്ന് പോകും, പിന്നെ സ്വഹാബത്തിന്റെ കബർക്കൊന്ന് പോകും. അങ്ങനെ ബഖീൽ പോകുമ്പോഴാണ് ഒറ്റ കബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. ചെറുത്തറി കല്ലുകൾ മാത്രം നിരത്തി വെച്ചിരിക്കണം ഓരോ കബറിന്റെയും മുകളിൽ. ഇവിടുന്ന് അങ്ങോട്ട് പോയി അങ്ങ് എത്തുന്ന വരെ മുഴുവൻ വലിയ വലിയ കബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് പച്ചയടിച്ചിട്ട് വലിയ കുറ്റിയും വെച്ചിട്ട് അവിടെ പിന്നെ വിളക്കും അതുപോലെ തന്നെ പലതും വെച്ചിട്ടുള്ള കച്ചവടം പൊടിപൊടിക്കുമ്പോ അവിടെ സ്വഹാബത്തിന്റെ കബറ് കെട്ടിപ്പൊക്കിയിട്ടില്ല.
അല്ലേ സഹോദരന്മാർ? ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ബിദ്അത്തിന്റെ ആ ഒരു ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണവര്. ആ ശാപം ബിദ്അത്ത് ചെയ്യുന്നവർക്കുണ്ട്, ഇത്തരം ഖബർ കെട്ടിപ്പൊക്കുന്ന ആളുകൾക്ക്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിനെ ആരാധനാ കേന്ദ്രമാക്കിയിരിക്കുന്നു. ലാ തജഅൽ ഖബരി വതന യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ആരെങ്കിലും കൈവെക്കാൻ നിന്നാൽ അവിടുന്ന് ആട്ടി ഓടിക്കും. നബിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് പടച്ചവൻ സംവിധാനിച്ച ഭൗതികമായ പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കണം. ഖബർ കെട്ടിപ്പൊക്കുകയും അവിടെ ഇത്തരത്തിലുള്ള പൂജകളും ചടങ്ങുകളും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള സിയാറത്തുകളും ഇതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഖബറുണ്ട്, ഖബർ സന്ദർശനമുണ്ട്. എന്തിനാണത്? ഫഇന്നഹ തുദക്കിറുകുമുൽ മൗത, നിനക്ക് മരണം ഓർമ്മിക്കാൻ. തുദക്കിറുകുമുൽ ആഖിറ, നിനക്ക് പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുക. അപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഖബറിൽ കിടക്കുന്ന ബാപ്പാക്ക് കിട്ടൂലേ? പെരീന്ന് പ്രാർത്ഥിച്ചാലും കിട്ടൂലേ? വണ്ടിന്ന് പ്രാർത്ഥിച്ചാലും കിട്ടൂലേ? ഖബറിങ്ങൾക്ക് അതിനായിട്ടല്ല പോണേ. ഖബറിങ്ങൾക്ക് പോണേ ഞമ്മക്ക് വേണ്ടിയ, പ്രധാനമായിട്ട് നമുക്കൊരു ബോധം ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് അതല്ലാതെ പ്രത്യേകമായിട്ടുള്ള സെലക്ടഡ് ഖബറുകൾ പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് കുറെ കാശ് കൊണ്ടേയിടുക, അവിടെ പോയിട്ട് ജോലി തരണം, ആരോഗ്യം തരണം, പ്രയാസങ്ങൾ നീക്കണം, മക്കളെ തരണം, ഇങ്ങനെ ഒരു ചോദ്യം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത്, സ്വഹാബത്തിന്റെ, താബീകളുടെ, തബൂ താബീകളുടെ കാലത്ത് ഇല്ല. അഹ്ലുസുന്നയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണിപ്പെട്ട അധ്വാനത്തിലായിരിക്കണം നമ്മളെല്ലാവരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉലൈക ലഹുമുൽ ലഅന വലഹും സൂഉദ്ദാർ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, അവർക്ക് ചെന്നെത്താനുള്ളത് മോശപ്പെട്ട ഭവനമാകുന്ന നരകത്തിലാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി വയഖതഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസല വയഫ്സിദൂന ഫിൽ അർദ്. മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവോടുള്ള കരാറ് ലംഘിക്കുന്നവർ. അള്ളാഹുവിനോടുള്ള കരാർ എന്താണ്? പടച്ചറബിനെ അനുസരിച്ച് ജീവിക്കാമെന്നും അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് പടച്ചറബിന് കീഴ്തിക്കൊള്ളാമെന്നുമുള്ള ആ കരാറ്, അത് ലംഘിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട്. അതുപോലെ തന്നെ വയഖ്തഊന മാ അമറ അല്ലാഹു ബിഹി അൻ യൂസൽ, അള്ളാഹ് ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളുണ്ട്. അതേതാണ്? മാതാപിതാക്കളോടുള്ള, കൂട്ടുകുടുംബങ്ങളോടുള്ള, ബന്ധുമിത്രാദികളോടുള്ള, അയൽവാസികളോടുള്ള അങ്ങനെയുള്ള ബന്ധങ്ങൾ. ആ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആൾക്കാർ, ബന്ധവിച്ഛേദനം അള്ളാന്റെ ശാപകോപത്തിന് കാരണമാണ്. മൂന്നാമത്തേത് വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പങ്ങളും ഫസാദുകളും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭൂമിയിൽ കുഴപ്പവും പ്രയാസവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. മൂന്ന് കാര്യങ്ങളെ ഒരായത്തിൽ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുമായുള്ള കരാർ ലംഘിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ബന്ധം വിച്ഛേദിക്കുന്നവർക്ക്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. 14ാമത്തെ കാര്യം എന്തെന്ന് ചോദിച്ചാല്, പതിവ്രതകളായിട്ടുള്ള സത്യവിശ്വാസിനികളെ കുറിച്ച് ദുരാരോപണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അല്ലാഹു ആദരിച്ച ബഹുമാനിച്ചവരാണ് മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ, മുഅ്മിനാത്തുകളായിട്ടുള്ള ആളുകൾ. അവരെ പരിഹസിക്കുക, അവരെ കുറ്റം പറയുക, അവരെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശാപമുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത് ലുഇനൂ ഫിദ്ദുനിയ വൽ ആഖിറ വലഹും അദാബുൻ അദീം. പവിത്രതയും അതുപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്ത, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള മുഅ്മിനാത്തുകളായിട്ടുള്ള ആളുകളെ ആരെങ്കിലും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ, പ്രത്യേകിച്ച് വ്യഭിചാരാരോപണം ഉന്നയിച്ചാൽ, അവർക്ക് ദുനിയാവിലും പരലോകത്തും ശാപമുണ്ട് എന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് സൂറത്ത് നൂറിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിൽ നിന്ന് മറ്റുള്ളവർ മുക്തമായിരിക്കണം. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി, മറ്റു മുസ്ലിങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് സേഫായിരിക്കണം. അതുപോലെ തന്നെ വയദിഹി, നമ്മുടെ കയ്യിൽ നിന്നും അവർ സേഫായിരിക്കണം. ഒരാൾക്കും നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കേണ്ടത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ. ഒരുപക്ഷെ ആരെങ്കിലും തൊടുത്തുവിടുന്ന ആരോപണങ്ങളായിരിക്കാം, അത് നമ്മൾ ഏറ്റുപിടിച്ച് ഷെയർ ചെയ്താലും മതി. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ചില സ്ഥാപനങ്ങളുടെ പേരിലൊക്കെ
എവിടെന്നോ ഉള്ള വീഡിയോസൊക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മോശമായിട്ടുള്ള പ്രവൃത്തികളിലൊക്കെ മുഴുകുന്ന വീഡിയോസിന് താഴെ മഞ്ചേരിയിലെ ഇന്ന സ്ഥാപനം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ ഒരു സ്ഥാപനം തന്നെയല്ല, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് അങ്ങനെ ഒരു പ്രവൃത്തി തന്നെ നടന്നിട്ടില്ല. അപ്പൊ അത്തരം സംഗതികളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് ഉദ്ദേശം? ആളുകളൊക്കെ ഒരു ജാഗ്രത കാണിച്ചോട്ടെ കുട്ടികളുടെ കാര്യത്തിൽ നിന്ന്. അതിനേക്കാൾ കൂടുതൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ മറ്റൊരു ലക്ഷ്യത്തിൽ ഉപയോഗിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ തട്ടിവിടുക എന്നുള്ളത് നമുക്കൊരിക്കലും യോജിച്ച കാര്യമല്ല. 15ാമത്തത്, ഒരു സത്യവിശ്വാസിയുടെ കൈകൊണ്ട് മനഃപൂർവ്വം, കൈബദ്ധത്താൽ സംഭവിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, എന്നാൽ മനഃപൂർവ്വം മറ്റൊരാൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ്. അവൻ നശിച്ചിരിക്കുന്നു എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകൊണ്ട് ഒരു ജീവൻ പൊലിയുക എന്ന് പറഞ്ഞാൽ വഗദിബല്ലാഹു അലൈഹി വലഅന, അവരുടെ മേൽ ശാപവുമുണ്ട്, അള്ളാന്റെ കോപവുമുണ്ട്, അവർക്ക് കഠിനമായ ശിക്ഷയുമുണ്ട്. പ്രത്യേകിച്ച് ഒരു മനുഷ്യനും നമ്മുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെടാൻ പാടില്ല. മൻ ഖതല നഫ്സൻ എന്ന ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, ലോകരെ മുഴുവൻ കൊന്നതിന് തുല്യമാണ്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് മൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരു മുഅ്മിനെ കൊന്നാലെന്ന്. അപ്പൊ ചില ആൾക്കാർ ഈ ആയത്ത് മാത്രം എടുത്തിട്ട് മുഅ്മിനെ കൊന്നാൽ എന്ന ഖുർആനിലെന്ന് പറയുന്നത് അല്ല, നഫ്സെന്ന് വേറെ സ്ഥലത്തുണ്ട്. അപ്പൊ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുഅ്മിനെ, പ്രത്യേകിച്ച് മുഅ്മിനെ, മനുഷ്യരെ ഒരാളെയും കൊല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് മുഅ്മിനെ പ്രത്യേകിച്ചു. അതിന്റെ അർത്ഥം മറ്റോലെ കൊല്ലാന്നല്ല, ഗൗരവമാണ് എല്ലാം. പക്ഷെ മുഅ്മിന് അള്ളാഹിന്റെ അടുത്തൊരു ദറജ കൂടുതലാണ്. അതുകൊണ്ടാണ് ആമിൽ നിന്ന് ഖാസായിട്ട് മുഅ്മിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്നുള്ളത് ഖുർആന്റെ തഫ്സീറിന്റെ ആ ഒരു ശാസ്ത്രം അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളെ നമ്മൾ സൂക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമത്തിൽ കണ്ട ഒരു സംഭവം, ഒരു 17 വയസ്സുകാരൻ ഒരു ഇന്നോവ കാർ എടുത്തിട്ട് കൊച്ചിയിൽ നടത്തിയ നരനായാട്ട്, കാണുന്ന വണ്ടികളൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് റോട്ടിലിട്ട് കറക്കി വളരെ അപകടകരമായ നിലക്കാണ് കാര്യങ്ങൾ ചെയ്തത്. മനുഷ്യന്മാരുടെ ജീവന് സുഹൃത്തുക്കളെ വില കൽപ്പിക്കേണ്ട, പിന്നെ കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും നല്ല മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നമ്മുടെ വികാരങ്ങൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കാം, നല്ലോണം ശ്രദ്ധിക്കാം. പിന്നെ ഈ വീട്ടുകാരോടൊക്കെ ഒരു PPD കാരണം, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ കാരണം ഒരു പെണ്ണ് അവളുടെ ചെറിയ കുട്ടിയെ കിണറ്റിലിട്ട് കൊന്നൊക്കെ പറഞ്ഞു. അല്ലാഹു അലം എന്താണ് കാരണം എന്നൊന്നും അറിയില്ല. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഗർഭത്തിന്റെ സമയത്ത്, ഈ പ്രസവാനന്തരം, ഈ ഗർഭത്തിന്റെ സമയത്തും അതുപോലെ തന്നെ പ്രസവിക്കുന്ന സമയത്തൊക്കെ നല്ല സമാധാനം കൊടുക്കണം. വകുലി വശ്റബി വഖർരി ഐന, അള്ളാഹു മറിയമിനോട് പറഞ്ഞു, നീ വെള്ളം കുടിക്കുക, നീ ഈത്തപ്പഴം കഴിക്കുക, എന്നിട്ട് സമാധാനമായിട്ടിരിക്കുക. സമാധാനം കൊടുക്കേണ്ട സമയമാണ്. ആ സമയത്ത് നമ്മൾ ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. കൊലപാതകത്തെ ന്യായീകരിക്കല്ല, പക്ഷെ ഒരാൾക്ക് ഒരു മെന്റൽ സ്ട്രെസ് നമ്മൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. പക്ഷെ ആ സമയത്തേക്ക് അധികം പ്രശ്നം ഉണ്ടായാലും, എവിടെ പ്രസവം എവിടെ ആകണം, കുട്ടിന്റെ പേരെന്താകണം, ഇപ്പൊ ഇറക്കണോ ഇപ്പൊ ഇറക്കണ്ടേ, ആരറക്കണം, എവിടെ ഇറക്കണം, ആർക്കൊക്കെ കൊടുക്കണം, ആകെ കൂടെ പ്രശ്നമാണ് അല്ലെ. ആ ഒരു സമയത്ത് സമാധാനം കൊടുക്കേണ്ട ആ ഒരു സമയം. അതുപോലെ തന്നെ ഈ പ്രസവാനന്തരം ആളുകൾക്ക് ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ചില ആളുകൾക്കൊക്കെ മാനസികമായിട്ടുള്ള അവരെ പിന്നെ അപകടത്തിലാഴ്ത്തും, കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ അത്തരം സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന ആളുകളെ പിന്നെ പ്രത്യേകം എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റും അവർക്ക് വേണ്ട ഒരു പരിചരണവും സ്നേഹവും ലാളനയും ഒക്കെ കൊടുക്കണം എന്ന് സാന്ദർഭികമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്ത് കാരണത്താലായി നമ്മുടെ കൈകൾ കൊണ്ട് ഒരാളും ആക്രമിക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യാതെ പരമാവധി ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാനുള്ള പരിശ്രമമാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകുന്നതിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട അടിമകൾ നമ്മെ ചേർക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാറ്റിലും അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിലും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാന അന്തരീക്ഷം നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കറിയാം, വോട്ടർ പട്ടിക അത് പരിഷ്കരിക്കുന്ന സമയമാണ്. എല്ലാവരും ആ കാര്യത്തിൽ ബോധവാന്മാരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ BLOമാർ വരുമ്പോൾ അവർ നൽകുന്ന ഫോം യാതൊരു അനാസ്ഥയും കൂടാതെ അലസതയും കൂടാതെ ഫില്ല് ചെയ്ത് സമയാസമയം എത്തിക്കാനും അതിൽ ചേർക്കേണ്ട ഡീറ്റെയിൽസ് തെറ്റുകൂടാതെ ചേർക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പൗരത്വത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പഠനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അല്ലാഹു നമ്മുടെ രാജ്യത്തിന്റെ ഈ മണ്ണിൽ എന്തെല്ലാം തരത്തിലുള്ള അന്യായങ്ങളും അക്രമങ്ങളും അതുപോലെ തന്നെ വർഗീയതയും ലക്ഷ്യം വെച്ച് എന്തെല്ലാം
തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ അതിനെയെല്ലാം അള്ളാഹു പരാജയപ്പെടുത്തുകയും അതിന് വിപരീതമായ റിസൾട്ട് അത്തരം പദ്ധതികൾ കൊണ്ട് അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്യുമാറാവട്ടെ. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്ന പല മണ്ണിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹുവർക്കൊക്കെ ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യരെ കൊന്നൊടുക്കി ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവർക്ക് അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.